ഹലോ, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇത് ഈദിൻ്റെ അന്നെടുത്ത വീഡിയോ ആണെങ്കിലും വരുന്നത് 2 ദിവസത്തിന് ശേഷിക്കും. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ നമ്മളെ ടൈമിംഗ് ഷെഡ്യൂളൊക്കെ പോണത്. പിന്നെ എനിക്കിപ്പോൾ എന്ത് ഈദ് നാട്ടിലാവുമ്പോൾ ആ തലേന്ന് തറവാട്ടിൽ എല്ലാവരും കൂടി ചേർന്നിട്ടൊരു വർത്താനം പറച്ചിലും പാട്ടുപാടലും മെയിലാഞ്ചിടലും പിന്നെ പെരുന്നാളിൻ്റെ അന്ന് ഫ്രണ്ട്സ് എല്ലാവരും നമ്മളടുക്ക് വരലും നമ്മൾ ഓരോടുക്ക് പോലും ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ അമ്മമാരും നമുക്ക് നല്ല പലതരം പൈസകൾ എന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മളമ്മമ്മയും വാപ്പൻ്റെയും വക പെരുന്നാൾ പൈസ അതൊക്കെ ഒരു മിസ്സിങ് തന്നെയായിരുന്നു ഈ ഇതിനുണ്ടായിന്. ചില കസിൻസൊക്കെ തന്നെ ആണെങ്കിൽ ഫുൾ വീഡിയോകൾ വിളിക്കും, എന്നിട്ട് ഒരു പായസം കഴിക്കുന്നതും ഒരു ബീഫ് തിന്നണതും ഒക്കെ നമ്മളങ്ങോട്ട് കാണിച്ചിങ്ങാണ്ട് ഒന്നും കൂടി ഡിപ്രഷനിലേക്ക് ഇങ്ങോട്ട് കയറ്റും. പിന്നെ ഇവിടെ നമ്മളെ ഈദ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചക്ക് നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ച് പിന്നെ വൈകുന്നേരം ഒരു മൈരീപ്പൊക്കെ ആവുന്ന ആ ഒരു ടൈമിൽ ഇവിടെ അടുത്തുള്ളൊരു ഫേമസ് ആയിട്ടുള്ള മാളിൽ പോയപ്പം കേരളയിൽ പോയൊരവസ്ഥയാണ്. അതായത് ഫുൾ മലയാളീസ് തന്നെ. സത്യം പറഞ്ഞാൽ ഞാനിവിടെ എവിടെ പോയാലും മലയാളീസിനെ കാണാറുണ്ട്. പിന്നെ അന്ന് രാത്രി എന്തോ മാജിക് ഷോയും ജോക്കർ ഷോ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ആയിഷൂന് എന്തോ സ്റ്റേജിൽ കയറാൻ ചാൻസ് ഒക്കെ കിട്ടി. ഓളയിൽ കയറി പാർട്ടിസിപ്പൻ്റൊക്കെ ചെയ്തിരുന്നു ഏതോ ഗെയിമിലൊക്കെ. എന്തായാലും ഇതിനന്ന് രാവിലെ മൊത്തം ട്രോമയും ഇമോഷണലും ഡിപ്രഷനിലേക്ക് പോവലൊക്കെ കഴിഞ്ഞെങ്കിലും രാത്രി നമുക്ക് ഒമാനി ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോഗ്രാംസൊക്കെ കാണാൻ കഴിഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഉച്ചക്ക് 12:30 ആ ടൈമിനെങ്ങാനായിരുന്നു നമ്മൾ ബിരിയാണി കഴിച്ചിരുന്നത്. അപ്പോൾ രാത്രി ഒരു 8:30-9 മണി ആയിരിക്കും നമ്മൾ അവിടുന്ന് ആ മാളിലെല്ലാം കറങ്ങി കണ്ട് ഇറങ്ങിയപ്പം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ കയറി ചെറിയ ഫുഡെല്ലാം കഴിച്ച് പിന്നെ മത്രൽ പോലെ നിർബന്ധമായതുകൊണ്ട് അവിടെയും പോയിട്ട് നമ്മൾ ഇത് അവസാനിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.